ഗവൺമെന്റിന്റെയും സൈന്യത്തിന്റെയും എല്ലാവരുടെയും കൂടി ഒരു ടീം എഫേർട്ട് അല്ലേ അത്. അപ്പോൾ ടീം എഫേർട്ടിനേക്കാൾ ഇത് ടീം എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇപ്പൊ നമ്മള് ഇതിനു മുമ്പ് പല ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പോഴും ഞാനും ഇതുപോലെ ന്യൂസിൽ കണ്ട് എംപത്തറ്റിക് ആവാറുണ്ട്. അയ്യോ അയ്യോ ചില സമയത്ത് ഞാനും അമ്മയൊക്കെ ഇരുന്ന് കരയാറുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കണ്ടത് മുംബൈ അറ്റാക്ക് ആയിരുന്നു, മുംബൈയിലെ താജില്. അത് കഴിഞ്ഞ് പുൽവാമ അറ്റാക്ക്. അപ്പൊ ഞാൻ പുറത്തായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ കരയാറുണ്ട്. അയ്യോ എന്തിനാ, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ അനുഭവം വരുമ്പോ നമുക്ക് കരച്ചിലിനേക്കാളും വേറൊരു ഇമോഷനാണ് വരുന്നത്. അത് റിവെഞ്ചോ ഇതൊന്നും അല്ല. നമുക്ക് ഇനിയും എന്തെങ്കിലും നമ്മളുടെ നാടിന് വേണ്ടിയൊക്കെ ഇങ്ങനെയൊന്നും അല്ല, മീൻസ് ആ ഒരു പെർസ്പെക്റ്റീവ് ഇല്ലേ. ഇപ്പൊ നമ്മളൊക്കെ എന്തൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു പീപ്പിൾ ആണ് ഇവിടെ. നമ്മള് ഇപ്പൊ എന്റെയൊക്കെ ഒരു റുട്ടീൻ പറഞ്ഞു കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുക, ആക്കുക, എന്റെ ജോലികൾ ആ കാര്യങ്ങൾ നോക്കുക, വീക്കെൻഡ് ആവുക, ഷോപ്പിംഗ് പോവുക, സിനിമ നോക്കുക, സ്വിഗ്ഗി ഓർഡർ ചെയ്യുക. ലൈക്ക് ഇതെല്ലാം ഒരു പുറത്ത് പോയി ഈ റെസ്റ്റോറൻറ്റ് വന്ന് അവിടെ പോയി കഴിക്കുക, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക. ദിസ് ഇസ് ഇത്. ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ലൈക്ക് അവർക്ക് ഇതൊക്കെ ഒരു യൂഷ്വൽ തിങ് ആണ്. അവർ അതിൽ നിന്നൊക്കെ മാറി വരണേ ഉള്ളൂ. ഈ ബോംബും ഈ ഇതിൽ നിന്നൊക്കെ മാറി വരുമ്പോ നമുക്ക് ഇത്രയും നമ്മൾ ഈ ഒരു ഭീതിയും ട്രോമയൊക്കെ നമ്മൾ സിനിമയിലോ ന്യൂസിലോ മാത്രം കണ്ടിട്ട് അത് നേരെ കാണുമ്പോൾ ഇത് ആദ്യം ഒരു സത്യമാണോ എന്ന് പോലും എനിക്ക് ഓടി ഇറങ്ങിയപ്പോ എനിക്ക് തന്നെ അത് പ്രോസസ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. എന്താ നടന്നേ, ഞാൻ എന്താ കാണിച്ചേ, ഞാൻ എന്താ വന്നേ. ഇപ്പൊ അത് എനിക്ക് ഒട്ടും പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈഫിന്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ നമ്മളെ ചില എക്സ്പീരിയൻസസ് മാറ്റും. ലൈക്ക് നമ്മൾ ഇനിയും എല്ലാവരും ചെയ്യണം എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല, ഒന്നുമല്ല. ബട്ട് എൻ്റെ ഒരു ഇത് പറയാണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ഫോർ ദ ഗുഡ് ചെയ്യണം.